സംസ്ഥാന രൂപീകരണത്തിന് മുൻപേ കേരളം ഒന്നായി കണ്ട ഭാവന പ്രവാസികളുടേതാണ്. 1954 സംസ്ഥാന രൂപീകരണത്തിനും 2 വർഷം മുമ്പേ ആഫ്രിക്കയിലെ കെനിയയിൽ മലയാളി കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ഈയിടെ കെനിയ സന്ദർശിച്ച പ്രവാസലോകം സംവിധായകൻ റഫീഖ് റാവുത്തർ നെയ്റോബിയിലെ കേരള അസോസിയേഷൻ പ്രവർത്തകരുമായി ആശയസംവാദം നടത്തി. ആ ഇന്റർവ്യൂയിലേക്ക്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ IOM-ൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാൻ കെനിയയിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ലോക കേരള സഭ മുതൽ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളി കൂട്ടായ്മകളുടെ അതാണ് കേരളത്തിലേക്ക് ലോക കേരള സഭ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ വിശേഷം. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കിടക്കുന്ന മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തെ, മലയാളി കൂട്ടായ്മകളെ നയിക്കുന്ന മനുഷ്യരുടെ വിശേഷങ്ങളും വ്യക്തിത്വങ്ങളും നമ്മൾ പ്രവാസ ലോകത്തിൽ അവതരിപ്പിക്കാറുണ്ട്. കെനിയയിൽ യാദർശികമായി വന്നപ്പോൾ അതിൻ്റെ ഭാഗ്യമെന്നോണം കാണാൻ സാധിച്ച ഒരു വ്യക്തിത്വമാണ് സജിത്ത്. സജിത്തിനോടൊപ്പം തന്നെ പ്രസാദും ദാസേട്ടനും ഇവരൊക്കെ ഉണ്ട്, അപ്പോൾ രാജ്മോഹനും ഇവരൊക്കെ ഉണ്ട്. കെനിയയിലെ മലയാളി കൂട്ടായ്മയുടെ കേരള സമാജത്തിൻ്റെ കേരള അസോസിയേഷൻ ഓഫ് കേരള. ഞങ്ങൾ ഈ 70ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ കണ്ട കാലം അത്രയും കക്ഷി രാഷ്ട്രീയ മത സാമുദായിക വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു മാലയിലെ കണ്ണികളെ പോലെ കൊണ്ടു നടക്കാൻ അസോസിയേഷന് കഴിഞ്ഞു. അത് തുടക്കത്തിൽ 54 ഇത് രൂപീകൃതമായപ്പോൾ ഏതൊരു ഐഡിയോളജിയുടെ പുറകിലാണോ ഇത് വന്നത് അതിനപ്പുറത്തേക്ക് ഇത് കടന്നു പോയിട്ടില്ല. ആ സ്പിരിറ്റിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. അത് ഇന്നത്തെ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ നാരായണ പ്രസാദിലൂടെ അടുത്ത തലമുറയിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ്. എന്നോടൊപ്പം ശ്രീ നാരായണ പ്രസാദ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇനി ഇപ്പോഴത്തെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളും ഇതിനോട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. 1954 തുടങ്ങിയൊരു അസോസിയേഷൻ എന്ന് മനസ്സിലാക്കിയപ്പോഴും ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഞാൻ 2-3 രാജ്യങ്ങളിൽ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ കണ്ട ആ ഒരു പാരമ്പര്യം വേറെ എവിടെയും കണ്ടിട്ടില്ല. അതിനെ തുടർന്ന് ഞങ്ങളുടെ കമ്പനി മൂലം ഇതൊരു സ്പോൺസറായിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് ആദ്യം വരുന്നത്. പിന്നീട് ഇവിടുത്തെ പ്രോഗ്രാമുകളും കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് അതിനോട് അത്ര ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോഴാണ് പിന്നെ ഏകദേശം എല്ലാ വിധത്തിലുള്ള എല്ലാതരം മലയാളികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു സംഘടനയാണ്. അത് കൂടാതെ വേറെയുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പോലുള്ള സംഘടനകളുമായിട്ട് വളരെയധികം യോജിച്ച് പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഗ്രാൻഡ് കിട്ടുന്ന വളരെ ചുരുക്കം ചില അസോസിയേഷനിൽ ഒരു അസോസിയേഷനാണ് നമ്മുടെ അസോസിയേഷൻ. അതേപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയ യുണൈറ്റഡ് ഏഷ്യൻ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ സഹകരിച്ച് പോകുന്നുണ്ട്. സോ ഇതൊരു വെറും ഒരു നമ്മുടെ ഒരു സംസ്ഥാന തലത്തിലല്ലാതെ ഒരു ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളും ഉള്ള അസോസിയേഷനുകളും ആയിട്ടെല്ലാം നമ്മൾ വളരെ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ ഒരു 10 പ്രോഗ്രാമുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അസോസിയേഷൻ എന്ന രീതിയിൽ പറയാം. കഴിഞ്ഞ വർഷം ചെയർമാനായി സ്ഥാനാരോഹണം ചെയ്യുന്നു. ഒരു വർഷത്തിൽ നമുക്ക് ഏകദേശം 10ഓളം പ്രോഗ്രാമുകളുണ്ട്. എല്ലാ മാസവും ഓരോ പ്രോഗ്രാമുകൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇരുളും തുറന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തി പീഡികത്തിന്നയിൽ കണ്ടു. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തി പീഡികത്തിന്നയിൽ കണ്ടു. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കെനിയയിലേക്ക് വരുന്നത്. എൻ്റെ ഫാദർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അന്നോട്ട് ഇന്ന് വരെ കേരള അസോസിയേഷൻ്റെ ഒരു സജീവ മെമ്പറും എൻ്റെ ഫാദർ അതിൻ്റെ കേരള അസോസിയേഷൻ്റെ ചെയർമാനുമായിരുന്നു, മിസ്റ്റർ അബ്രഹാം. സോ ഹി വാസ് ദി ആക്ച്വൽ ഇൻസ്പിറേഷൻ. ഞങ്ങളെല്ലാവരും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാലും ഞങ്ങളെ കേരളം എന്താണെന്നുള്ളത് ഹി വാസ് വെരി അഡമൻറ്റ്. നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് കേരളം എന്നുള്ളതും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ അതേപോലെ തന്നെ നമ്മുടെ കേരളം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ മൈ ചിൽഡ്രൻ ആർ ദ സെക്കൻഡ് ജനറേഷൻ ഹിയർ ഇൻ കെന്യ. കേരള അസോസിയേഷൻ്റെ ബാനറിൽ എല്ലാ വർഷവും സ്പോർട്സ് ഡേ ഉണ്ടാവാറുണ്ട്. സ്പോർട്സ് ഡേയിൽ പല സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ടാവും. ക്രിക്കറ്റ്, ഫുട്ബോൾ, പിന്നെ ഇൻഡോർ സ്പോർട്സ് ആയിട്ടുള്ള പല ഗെയിംസും ഉണ്ടാവും. ഇതിൽ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഉണ്ടാവും. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പങ്കെടുക്കും. പിന്നെ ക്രിക്കറ്റിലും ഇവിടെ അണ്ടർ 19 ക്രിക്കറ്റ് ടീമിൽ നമ്മളെ കുറച്ച് പിള്ളേരൊക്കെ ട്രെയിൻ ചെയ്ത് സെലക്ട് ആയിരുന്നു. അങ്ങനെ പല ആക്ടിവിറ്റീസിലും നമ്മളെ മലയാളീസ് ഉണ്ട്.
1954 ഒക്ടോബർ 1 നമ്മുടെ കേരള അസോസിയേഷൻ ഓഫ് കെനിയ രൂപം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദീർഘവീക്ഷണമുള്ള ഇതിൻ്റെ സ്ഥാപകർ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സംസ്കാരം, കല, അതുപോലെ തന്നെ ഭാഷ, ഇത് ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ദീർഘവീക്ഷണം അവർക്കുണ്ടായിരുന്നു. കെനിയ കൈരളി എന്ന് പറയുന്ന ഒരു മാഗസിൻ അവരുടെ അന്നു മുതൽ തുടങ്ങിയിരുന്നു. മുടങ്ങാതെ അത് ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതൊരു കൈയെഴുത്ത് പ്രതിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അന്ന് പ്രിൻറ്റിംഗ് ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ കൈയെഴുത്ത് പ്രതി ടാൻസാനിയയിലെയും ഉഗാണ്ടയിലെയും മലയാളികൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ ഇവിടുത്തെ കമ്മിറ്റി വളരെയധികം വിജയം പ്രാപിച്ചു. ഇവിടെ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാൻ ഈ നമ്മളിപ്പോൾ ഇറക്കുന്ന വർഷാവർഷം ഇറക്കുന്ന മാഗസിൻ മാത്രമല്ല, മലയാളം മിഷൻ എന്നാണോ കേരള സർക്കാർ ആരംഭിച്ചത് അന്ന് തന്നെ അതിൻ്റെ ഈസ്റ്റ് ആഫ്രിക്കൻ ചാപ്റ്റർ തുടങ്ങുകയും അതിലൊന്ന് കെനിയയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വിജയകരമായി എല്ലാ വർഷവും മലയാള അക്ഷരങ്ങൾ പഠിക്കാനും കൂട്ടി വായിക്കാനും 10ാം തരം വരെ ഇവിടെ പരീക്ഷ ജയിച്ച കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാനും ഈ മലയാളം മിഷന് കഴിഞ്ഞിട്ടുണ്ട്. 2 മലയാള അധ്യാപകർ അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ സമർപ്പിതമായ ജീവിതം മലയാളത്തിനും ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി ഒരു സമർപ്പിക്കുന്ന ഒരു സമൂഹമാണ്, മലയാളി സമൂഹമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് അവർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, മലയാളി എന്നുള്ളൊരൊറ്റ വികാരം മാത്രം, കേരളം എന്നുള്ളൊരൊറ്റ വികാരം മാത്രം. പണ്ട് മഹാകവി വള്ളത്തോൾ പറഞ്ഞതുപോലെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വലിയ മലയാളി കൂട്ടായ്മയാണ് ഇവിടെയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയുടെ, ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഒന്നും അതിർവരമ്പുകളല്ലാത്ത, ഭാഷയെ സ്നേഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന, കേരളക്കരയെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ ഇവിടെ ഉണ്ട്. അവർ ഓണമായാലും അതുപോലെ തന്നെ ക്രിസ്മസ് ആയാലും അതുപോലെ തന്നെ ഈദ് ആയാലും അങ്ങനെ എല്ലാ കേരള മലയാളികൾ ആഘോഷിക്കുന്ന എല്ലാ ആഘോഷങ്ങളും യാതൊരു മുടക്കം വരാതെ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടുത്തെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നാട്ടിൽ അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ ആ സുഖങ്ങളും സൗകര്യങ്ങളും ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് ഈ മലയാളി കൂട്ടായ്മയുടെ സ്ഥാപകർ അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതൊക്കെ സാക്ഷാത്കരിക്കാൻ പിൻതലമുറക്കാർ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്.